അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ ഏറിയ പങ്കും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി. 1-2 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞത് മുഴുവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അതിലെ അപാകതകൾ മുഴുവൻ റബ്ബ് പരിഹരിക്കുകയും ഏറ്റവും പുണ്യമായ രൂപത്തിൽ, ഏറ്റവും കുറ്റമറ്റ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പും നമസ്കാരവും മറ്റ് സൽക്കർമ്മങ്ങളുമൊക്കെ ചെയ്തവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വരുന്നത് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സുന്നത്തായ രൂപത്തിൽ വളരെ മര്യാദയോടുകൂടി എങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന്. ഇനി മയ്യത്ത് ഖബറടക്കി ഇറക്കി വെച്ചതിന് ശേഷം അവിടെ ഉള്ള ആളുകൾ ഒന്നിച്ച് ചെയ്യേണ്ടുന്ന ചില പ്രവർത്തനങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഖബറിലേക്ക് അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഖബറിൻ്റെ ഭാഗമാണെങ്കിൽ മുകൾ ഭാഗം അഥവാ മേൽ കവർ, കീഴ്ക്കവർ എന്ന് നമ്മൾ പറയുന്ന മുകളിൽ വലുതായി കുഴിക്കുകയും പിന്നീട് അടിയിൽ ചെറുതാക്കി ചുരുക്കി കുഴിക്കുകയും ചെയ്ത ഭാഗമുണ്ടല്ലോ, ഈ രണ്ട് ഭാഗവും തമ്മിൽ മറക്കുന്ന മയ്യത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം മൂടുകല്ല് വെക്കുക നമ്മൾ പറയും. അങ്ങനെ മൂടുകല്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ലഹദാണ് എങ്കിൽ ആ ലഹദിലേക്ക് മയ്യത്ത് അങ്ങോട്ട് തള്ളി വെച്ചതിന് ശേഷം അതിൻ്റെ വായ്ഭാഗം അടക്കുക, ഇഷ്ടിക വെച്ചുകൊണ്ട് അടക്കുക, കല്ലുകൾ വെച്ചുകൊണ്ട് അടക്കുക. ഈ രൂപത്തിൽ അടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇല്ല എങ്കിൽ മണ്ണിടുമ്പോൾ മയ്യത്തിൻ്റെ മേലിലേക്കാണ് വരിക. മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് നേരിട്ട് മണ്ണും കല്ലും വീഴും, അത് പാടില്ലല്ലോ. വളരെ മാന്യമായിട്ടാണല്ലോ അത്രയും വരെ നമ്മൾ കൊണ്ട് ചെന്നെത്തിച്ചത്. അതുകൊണ്ട് അത് അടക്കണം, കല്ലുകൾ കൊണ്ട് അതല്ലെങ്കിൽ ഇഷ്ടികകൾ കൊണ്ട് നമ്മളത് അടക്കണം, സ്ലാബുകൾ കൊണ്ട് നമുക്കത് അടക്കാവുന്നതാണ്. ഇങ്ങനെ അടക്കുമ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ, മുൻഗാമികളായ പല പണ്ഡിതന്മാരും ഈ ചൂള വെച്ച ഇഷ്ടികകൾ, ചൂള വെച്ച ഹുർഡീസ് തുടങ്ങിയത് ഒരു നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകമായി തെളിവൊന്നും ഉണ്ടായിട്ടല്ലെങ്കിലും ഈ ചൂള വെച്ചത് എന്ന് പറഞ്ഞാൽ ശരിക്ക് നല്ല തീയിൽ കിടന്ന് വെന്തുരുകിയതാണല്ലോ. ആ സാധനം എൻ്റെ ഖബറിൽ അങ്ങനെ ഒരു തീയിൽ വെന്ത സാധനം വേണ്ട എന്ന രൂപത്തിലാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകമായിട്ട് തെളിവുകളൊന്നും വന്നിട്ടില്ല എങ്കിലും ഒരു നല്ല ശുഭലക്ഷണം കാണുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ടല്ലോ, ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ മയ്യത്ത് ഈ മേൽക്കവർ മൂടിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, മൂടുകല്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ചെയ്യേണ്ടുന്നത് ഓരോ പിടി മണ്ണ് 2 കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ 2 കൈ കൊണ്ടും കൂടി വാരിയിട്ടാണ് ഇങ്ങനെ ഇടേണ്ടുന്നത്. ഓരോ പിടി മണ്ണ് ആ ഖബറിലേക്ക് ഇടണം. അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ വാരി ഇടുന്ന സമയത്ത് നമ്മൾ ഒരു പ്രത്യേക പ്രാർത്ഥന, ഒരു ആയത്ത് ചൊല്ലാറുണ്ട്. ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ആയത്ത് ചൊല്ലാൻ. അതുകൊണ്ട് തന്നെ അത് സുന്നത്തുമല്ല. ആദ്യത്തെ പിടിയിടുന്ന സമയത്ത് മിൻഹാ ഖലഖനാക്കും, രണ്ടാമത്തെ പിടിയിടുന്ന സമയത്ത് ഒമിൻഹാ നുഖ്രിജുക്കും ഒമിൻഹാ നുഈദുക്കും, മൂന്നാമത്തത് ഇടുന്ന സമയത്ത് ഒമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റ. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് ചെല്ലേണ്ടതില്ല, ഈ മണ്ണിടൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ മണ്ണിടുന്ന സമയത്ത് കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ കൈ ഇങ്ങനെ വരുതി കൊട്ടാൻ പാടില്ല, കൈ കൊട്ടുക എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷേ കയ്യിലെ പൊടിമണ്ണ് ഒന്ന് തട്ടിക്കൊട്ടാനൊന്നും പാടില്ല എന്നൊക്കെ ഒരു വിശ്വാസം, അതൊന്നും ശരിയല്ല. മറിച്ച് നമുക്ക് എങ്ങനെയാണോ കയ്യിൽ മണ്ണായത് ആ മണ്ണ് നമുക്ക് കഴുകിക്കളയാൻ പറ്റുമെങ്കിൽ, എവിടെയെങ്കിലും തുടച്ച് കളയാൻ പറ്റുമെങ്കിൽ, അങ്ങനെ കൊട്ടിക്കളയാൻ പറ്റുമെങ്കിൽ അതിനൊന്നും ഒരു തെറ്റുള്ള കാര്യമല്ല. അതിനുശേഷം നമ്മളെല്ലാവരും അവിടെ നിന്ന് ആത്മാർത്ഥമായി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹ് കൽപ്പിച്ചതാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പന കൊടുത്തു. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ആ കൽപ്പന നമുക്ക് കാണൂല. എന്തേ കാണുള്ളൂ? ഇന്നിന്ന ആളുകൾക്ക് വേണ്ടി നീ ചെയ്യരുത് എന്ന് പറഞ്ഞതേ കാണുള്ളൂ. അത് മയ്യത്ത് നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചിരുന്നു. പക്ഷെ ഖുർആനിൽ അതിനുള്ള തെളിവില്ല. ഖുർആനിൽ തെളിവില്ല എന്നതുകൊണ്ട് മയ്യത്ത് നിസ്കാരം ഇസ്ലാമിൽപ്പെട്ടതല്ല എന്നല്ല. അപ്പം ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല, ഖുർആൻ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾക്ക് നമസ്കരിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും കാര്യമായിട്ട് തെളിവൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, നിസ്കരിച്ചിരുന്നു. എന്നാൽ അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂലിൻ്റെ മയ്യത്ത് അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അതിനെ വിരോധിച്ചുകൊണ്ടുള്ള ആയത്താണ് ഇറങ്ങിയത്. അപ്പോൾ നേരത്തെ നബി ചെയ്തിരുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? മുസ്ലിങ്ങൾ ചെയ്തിരുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നബിക്ക് കിട്ടിയ വഹീൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ വഹീ എന്ന് പറയുന്നത് ഖുർആൻ അല്ലാത്തതുമുണ്ട് എന്നതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തഖും അലാ ഖബരിഹി, അങ്ങനത്തെ മുനാഫിക്കുകളുടെയും കാഫിറുകളുടെയും ഖബറിൻ്റെ അടുക്കൽ നിന്നിട്ട് നീ പ്രാർത്ഥിക്കരുത് എന്ന കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാഫിറുകൾക്കും മുനാഫിക്കുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പ്രാർത്ഥനയാണ് നമ്മൾ പറയുന്ന തസ്ബീത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ്റെ ശര്യ അങ്ങനെയായിരുന്നു. ഖാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്തി വഖഫ അലൈഹി ഫഖാല ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു ബിത്തസ്ബീത്ത് ഫഇന്നഹുൽ ആന യുസ്അൽ. ഒരു മയ്യത്ത് കബറടക്കത്തിൽ നബി പങ്കെടുക്കുകയാണ് എങ്കിൽ മൂടുകല്ലൊക്കെ വെച്ച് മയ്യത്ത് മറഞ്ഞതിന് ശേഷം പ്രവാചകൻ സ്വഹാബത്തിനോട് പറയും, അദ്ദേഹത്തിന് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് നല്ല സ്ഥൈര്യം ലഭിക്കാൻ, ധൈര്യത്തോടു കൂടി മറുപടി പറയാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അതിന് തൗഫീക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഇസ്തഗ്ഫിറു, നിങ്ങൾ അവന് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ വസലൂ ലഹു ബിത്തസ്ബീത്ത്, നിങ്ങൾ നല്ല തസ്ബീത്തിന് വേണ്ടി, നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടി, മനസ്സുറപ്പ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക വാചകങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെ എപ്പോഴും സ്ഥിരമായി കേൾക്കുന്ന അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന, അങ്ങനത്തെ ഒരു പ്രാർത്ഥന നബി പ്രാർത്ഥിച്ചിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് അതൊരു പുണ്യമാണ് എന്ന നിലക്ക് പ്രാർത്ഥിക്കുമ്പോൾ അത് ബിദ്അത്തായി മാറും. അത് ആശയങ്ങളൊക്കെ നല്ല ആശയം തന്നെയാണ്, പക്ഷേ അതൊരു സുന്നത്തായി ഉള്ള പ്രാർത്ഥനയല്ല. മറിച്ച് നമുക്ക് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ മനസ്സിൽ ഉള്ള പ്രാർത്ഥന, അതിങ്ങനെ ഉറക്ക ഒച്ചത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല, മറിച്ച് ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചുണ്ടും നാവും അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയാണ് മനസ്സിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതുക എന്നല്ല, മറിച്ച് നമ്മുടെ ചുണ്ടനങ്ങി നാവനങ്ങി നമ്മൾ നമ്മുടെ ഭാഷയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയാകും. അറബിയിൽ കഴിയുമെങ്കിൽ അറബിയിൽ പ്രാർത്ഥിക്കാം, അല്ല എങ്കിൽ നമ്മുടെ ഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ചാൽ മതിയാകും. ഈ തസ്ബീത്ത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നത് ചില ആളുകൾ പറയും, മയ്യത്ത് ഖബറടക്കി അതിൻ്റെ മൂടെല്ലാം വെച്ച് കഴിഞ്ഞ് അതേപോലെ തന്നെ മണ്ണിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയല്ല, മയ്യത്ത് മറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. അവൻ മയ്യത്ത് മറയുന്നത് എപ്പോഴാണ്? മൂടുകല്ല് വെക്കുന്നതോടുകൂടി തന്നെ മയ്യത്ത് മറയും. പിന്നീടാണ് നമ്മൾ മണ്ണിടുകയും അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം മുതൽ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥന തുടങ്ങാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ നാടുകളിലുള്ള ഒരു സമ്പ്രദായമാണ് തൽഖീൻ ചൊല്ലുക എന്ന് പറയുന്നത്. മയ്യത്തിന് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക, ഇന്ന ആൾ എൻ്റെ ഇമാമാരാണെന്ന് ചോദിച്ചാൽ ഇന്നത് പറയണം, നിൻ്റെ ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ തൽഖീനിൻ്റെ രൂപമുണ്ടല്ലോ, ആ തൽഖീനിൻ്റെ രൂപം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് ചൊല്ലുന്നത് ശരിയല്ല എന്നാണ് നമ്മുടെ ഷാഫി മദ്ഹബിൽ അടക്കമുള്ള പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അതൊരു കറാഹത്തായിട്ട് കണ്ടതായിട്ട് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഖബറടക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സിൽസില വെക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. നമുക്ക് ഓരോ ത്വരീഖത്തിൻ്റെ സിൽസില, അതൊന്നും റസൂലുള്ളയുടെ കാലഘട്ടത്തിൽ പെട്ടതല്ല, ചര്യയിൽപ്പെട്ടതല്ല. അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ തൽഖീനിൻ്റെ കാര്യവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് തൽഖീൻ നബി ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഖബറിൻ്റെത് ഒരു ചാണാണ്, സാധാരണ നിലത്തിൻ്റെ നിരപ്പിൽ നിന്ന് ഒരു ചാൺ ഉയരത്തിലാണ് ഉയർത്തേണ്ടുന്നത്. അതിനേക്കാൾ കൂടുതൽ വളരെ വലുതാക്കി ഉയർത്തി ചെയ്യാൻ പാടില്ല എന്നതാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നബിയുടെ ഖബറും അങ്ങനെയായിരുന്നു. അങ്ങനെ നേരെ ഇങ്ങനെ പരത്തിയിടുകയല്ല, മണ്ണ് ഒരു ചാണ് ഉയർത്തിയിട്ട് ഇങ്ങനെ പരത്തിയിടുകയല്ല, ഇങ്ങനെ ആർച്ച് രൂപത്തിലാക്കിയിട്ട് ഇടുകയാണ് വേണ്ടത് എന്ന്. ഒരു ചാണ് ഉയർത്തുക, അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ആർച്ചാക്കി ഇടുക എന്നതാണ്. സുഫിയാനു തമ്മാർ എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നു, റഅയ്തു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഞാൻ കണ്ടു. അപ്പോൾ അവർ നബിയുടെ ഖബറിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് നബിയുടെ ഖബർ കാണുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ട് അന്വേഷിച്ച് അവരോട് അനുവാദം വാങ്ങിയിട്ട് കാണുകയാണ്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ആരുടെയൊക്കെ വ ഖബറു അബീബക്കർ വ ഖബറു ഉമർ, ഇവരുടെയൊക്കെ ഖബർ കണ്ടു, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഒക്കെ ഖബർ കണ്ടു റളിയല്ലാഹു അൻഹും. എങ്ങനെയാണ്? മുസന്നമൻ, അത് നിലത്തുനിന്ന് ഉയർത്തിയിട്ടുണ്ട്. എത്രയാണ്? ഒരു ചാൺ ഉയർത്തിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഇങ്ങനെ പരത്തിയിടാതെ മണ്ണ് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ചിട്ടതായിട്ട് കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ ഖബറിൻ്റെ ഭാഗത്ത് ഖബറാണെന്ന് തിരിച്ചറിയാൻ അടയാളം വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉസ്മാൻ ബിൻ മദ്ഊനിൻ്റെ ഖബറടക്കത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ല് വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തി. അപ്പോൾ അതെന്തിനാണ്? ഖബറിനെ അനാദരിക്കപ്പെടാതിരിക്കാൻ, ഖബറിൻ്റെ മുകളിൽ ചവിട്ടാതിരിക്കാൻ, ഖബറിൻ്റെ മുകളിൽ ഇരിക്കാതിരിക്കാനൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാടുകളിൽ അടുത്തടുത്ത് ഖബറുകളുണ്ടല്ലോ, അതുകൊണ്ട് മയ്യത്തിൻ്റെ തലഭാഗത്തും താഴെ ഭാഗത്തും കല്ല് വെക്കാം. എവിടെയാണ് അടയാളം? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് മയ്യത്തുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭാഗത്ത് കല്ല് വെക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് കല്ല് വെക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ കല്ല് പ്രത്യേകമായ ഒരു രൂപത്തിലൊക്കെ ഷേപ്പിലൊക്കെ ഇങ്ങനെ വെട്ടിണ്ടാക്കിയിട്ട് മീസാൻ കല്ല് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഷേപ്പിൽ വെട്ടിണ്ടാക്കുന്ന ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും. അത് ശരിയല്ല. അതൊക്കെ കുറേ അന്ധവിശ്വാസങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കല്ലുകൾ നമ്മൾ ഒഴിവാക്കി സാധാരണ കല്ലുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ കല്ലുകളിൽ പേരെഴുതുക എന്ന് പറയുന്നതും ആ ഖബറിൻ്റെ മുകളിൽ കുമ്മായമിടുക എന്ന് പറയുന്നതും ഒന്നും ശരിയല്ല. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ സാധാരണയായി കാണുന്ന ഒരു സമ്പ്രദായമാണ് രണ്ട് ഭാഗത്തും ചെടി കുത്തുക എന്ന് പറയുന്നത്. ആ ചെടി കുത്തലും ഇസ്ലാമികമായി ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറിൻ്റെ അടുത്ത് കൂടി നടന്നു പോകുമ്പോൾ അവിടെ പ്രവാചകന് കേൾപ്പിക്കപ്പെട്ടു, അവരുടെ ഖബർ ശിക്ഷയെപ്പറ്റി വിവരം കൊടുക്കുകയാണ് അള്ളാഹു. നബി ഒരു ഈത്തപ്പനയുടെ മട്ടലെടുത്തിട്ട് രണ്ടാക്കി കീറിയിട്ട് രണ്ടാളുടെ ഖബറിൻ്റെ അടുക്കലും ഓരോന്ന് കുത്തിവെച്ചു. ഇത് ഉണങ്ങുന്നത് വരെ, ഇത് പച്ചയാണ്, ഉണങ്ങുന്നത് വരെ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ശിക്ഷ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് ആകെ നബി ചെയ്തത്. അതിനുശേഷം ഒരുപാട് ഖബറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഖബർ അടക്കിയിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. നബിയുടെ ഖബറിന് വെച്ചിട്ടില്ല, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഖബറിന് വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നബി പഠിപ്പിച്ച രൂപത്തിൽ. പിന്നെ ഈ ഒരു സഹാബികളുടെ കൂട്ടത്തിൽ ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. ആകെ ഒരാളാണ് വസിയ്യത്ത് ചെയ്ത്. അദ്ദേഹം മരിച്ചതാണെങ്കിൽ അദ്ദേഹം വസിയ്യത്ത് ചെയ്ത് തന്നെ എത്ര, ഒരു ഈത്തപ്പനയുടെ മട്ടൽ ഇദ്ദേഹത്തിന് വെച്ചതുപോലെ എൻ്റെ ഖബറിലും വെക്കണം എന്നാണ്. അദ്ദേഹം മരിച്ചത് ഈത്തപ്പനല്ലാത്ത സ്ഥലത്താണ്. അതുകൊണ്ട് ഒറ്റ സ്വഹാബത്തിനും ഒരു സ്വഹാബത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈത്തപ്പന മട്ടലും അല്ല വെക്കുന്നത്, പിന്നെ നല്ല ചെടി, വലിയ മരങ്ങളാകുന്നത് അതൊക്കെയാണ് വെക്കുന്നത്. ഒരിക്കലും ശരിയല്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.